ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് ബ്ലൂ ടീയുമായിട്ടാണ്. അപ്പോൾ ഈ ബ്ലൂ ടീ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ പാത്രത്തിൽ നല്ല ലൈറ്റ് ബ്ലൂ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിൽ നിന്നാണ് എടുക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഗുണങ്ങളെന്നൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ താരം. ഇതാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം കൊണ്ടുള്ള ബ്ലൂ ടീയാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് നമ്മളെ തൊടുവിലും പറമ്പിലും നമ്മൾ ചെടിയായിട്ടൊക്കെ വളർത്തുന്നുണ്ട് വീട്ടിൽ കേട്ടോ. അപ്പോൾ ഇത് നല്ല വെയിലുണ്ടാകുന്ന സമയത്ത് പറിച്ചിട്ട് നമ്മൾ ഉണക്കി ഒരു ഡബ്ബയിലിട്ട് സൂക്ഷിക്കണം. ഈ ശംഖുപുഷ്പം നമ്മളെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ തലയിലെ അകാല നിരക്കൊക്കെ ഈ ബ്ലൂ കളറിലുള്ള ശംഖുപുഷ്പം പറിച്ചിട്ട് എണ്ണ കാച്ചിയിട്ട് തേച്ചാൽ നമ്മളെ നരച്ച മുടിയൊക്കെ നന്നായിട്ട് കറുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു 5-6 പൂവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 5-6 പൂവിൻ്റെ ആ നെറ്റിയൊക്കെ കളഞ്ഞിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇളക്കി ഇങ്ങനെ കൂടുതൽ സമയം തിളക്കുന്നിടത്തോളം കൂടുതൽ ഡാർക്ക് ബ്ലൂ ആയിട്ട് വരും കേട്ടോ. കണ്ടോ, അതിൻ്റെ കളർ ചേഞ്ച് തന്നെ കാണാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ എണ്ണ കാച്ചിങ്ങാണ്ട് സ്കിന്നിനും നല്ലതാണ്. നല്ല സ്കിന്നിന് നല്ല വൈറ്റ് കളറ് കിട്ടാനും മുടിക്ക് നല്ല നരച്ച മുടിക്കൊക്കെ എണ്ണ കാച്ചാനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. വേണ്ട ഇതേപോലെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാനും ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഈ ബ്ലൂ ടീ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിതാ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുകയാണിത്. ഇതിൻ്റെ കളറ് ഉണ്ടോ, നല്ല കളറല്ലേ. അപ്പോൾ അത് ശംഖുപുഷ്പമാണ്. ഇത് പല കളറിലെ പുഷ്പങ്ങളും ഉണ്ട് കേട്ടോ. വെള്ള കളറിലും ഈ നീല കളറിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതാ 5-6 മിനിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ ഒരു ഗ്ലാസ്സൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ കളർ കണ്ടില്ലേ വ്യത്യാസം. ഇത് നമ്മൾ ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം ഈ ബ്ലൂ ടീ കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. കൂടുതലൊന്നും എനിക്കിതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമ്മൾ കേട്ടറിവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.